കൃഷ്ണകൃപയിലെ കൃഷി വിജയങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി തഴവ കൃഷിഭവനിലെ കൃഷി ഓഫീസർ റെജീന ജേക്കബ് നമ്മോടൊപ്പം ഉണ്ട്. റെജീനയുമായി വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം. നമസ്കാരം. ഈ ഇവിടുത്തെ ഇപ്പോൾ കൃഷ്ണകൃപയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള, അതായത് സുരക്ഷിതമായ രീതിയിലുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഉള്ളത്. അതിനുവേണ്ടി എന്തൊക്കെ സാങ്കേതികതകളാണ് കൃഷിഭവനിൽ നൽകുന്നത്? ഇവിടെ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷിയാണുള്ളത്. ഇതൊരു കീടനാശിനി ഇല്ലാത്ത ഒരു കൃഷിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ കോവൽ കാണാം. കോവലിന് ഫ്രൂട്ട് ഫ്ലൈ, അതായത് കായ്ച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ ഇവർ ത്രൂ ഔട്ട് ഇവർ പച്ചക്കറിയുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവർ കൈകൊണ്ട് അതിനെ പിടിച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ കൃഷിഭവനിലുള്ള ഫിറമോൺ കെണികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മീൻ അമിനോ അമ്ലം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സുരക്ഷിതമായ, അതായത് രാസ കീടനാശിനികൾ ഇല്ലാത്ത ഒരു കൃഷിയാണ് ഇവർ ചെയ്തു വരുന്നത്. സാധാരണത്തിൽ കർഷകർ തന്നെ പറയാറുണ്ട്, ഈ തരത്തിലുള്ള ഈ ജൈവ രീതിയിലുള്ള കൃഷിയിൽ നിന്ന് വിളവ് വളരെ കുറയും, വില അല്പം കൂടുതൽ കിട്ടുമെങ്കിലും വിളവ് നല്ല രീതിയിൽ കുറയുമെന്ന് പറയും. എന്ത് തോന്നുന്നു റെജീനയുടെ അനുഭവം എന്താ? അങ്ങനെ അധികം കുറവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ആണെങ്കിൽ തൊട്ടടുത്തുള്ളവർ, അതിൽ സ്കൂളിലെ ടീച്ചേഴ്സ്, അതുപോലെ മാർക്കറ്റിൽ നിന്നൊക്കെ ആയാലും നല്ല ഡിമാൻഡാണുള്ളത്. അപ്പോൾ നല്ല വിലയ്ക്ക് ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ലാഭമാണ്, കൃഷി ലാഭമാണ്. പക്ഷെ അങ്ങനെ ഒരു കുറവുള്ളതായിട്ട് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാൽപ്പത്തിനാല് സെൻറ്റോളം വരുന്ന പ്രദീപിൻ്റെ കൃഷിയിടത്തിൽ ചില കാഴ്ചകൾ കാണേണ്ടത് തന്നെ. വീട്ടിൽ പാഴായി പോകുന്ന തുണിയും മറ്റും ഉപയോഗിച്ച് അവ നന്നായി ചുരുട്ടി കയറിൻ്റെ രൂപത്തിലാക്കിയാണ് ഗ്രോ ബാഗിൽ നിന്നും പച്ചക്കറി പന്തലിലേക്ക് കിടത്തിവിടുന്നത് എന്നൊരു പ്രത്യേകത ഈ കൃഷിയിടത്തിൽ കാണാം. അതായത് ഒരു വസ്തുവും പാഴാക്കി കളയുന്നില്ല എന്ന തന്ത്രം തന്നെയാണ് പ്രത്യേകിച്ച് ജൈവ കൃഷിയിലെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്നാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പ്രശസ്തമായ ചില വിത്തിനങ്ങൾ, പ്രത്യേകിച്ച് ഓണാട്ടുകരയുടെ മാത്രമായിട്ടുള്ള ചില വിത്തിനങ്ങൾ. തക്കാളിയും മറ്റും നമ്മൾ സാധാരണഗതിയിൽ അനഘയും ഇന്ദ്രയും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം വലിയ സാങ്കേതിക വിത്തുകളിലേക്ക് പോകാതെ സാധാരണ നാട്ടിൻ പ്രദേശത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ കാണുന്ന ചെറിയ തക്കാളി, അതോടൊപ്പം തന്നെ ചെറിയ വെണ്ടയ്ക്ക, വഴുതന മുതലായ സാധാരണ ഗ്രാമത്തിൽ തന്നെ വിളയുന്ന, നല്ല രീതിയിൽ വിളയുന്ന ചെറിയ വിത്തുകൾ, പുതിയ വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഇവിടെ പൂർണ്ണമായും പയറ്റുന്നത്. ചീര തന്നെ ഏതാണ്ട് 4-5 ഇനങ്ങളായിട്ട് തന്നെയുണ്ട്. സാധാരണ സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കുന്ന അരുൺ ചീര, അതോടൊപ്പം പച്ചച്ചീര, കൂടാതെ തന്നെ അതിൻ്റെ സങ്കരം ഇനത്തിൽപ്പെട്ട പച്ച നിറത്തിലുള്ള തണ്ടും അതോടൊപ്പം തന്നെ ചുവന്ന നിറത്തിലുള്ള ഇലകളും, ചുവന്ന നിറത്തിലുള്ള തണ്ടും പച്ച നിറത്തിലുള്ള ഇലകളും ഒക്കെ ആയി ഇവിടെ തന്നെ പരാഗണം ചെയ്യപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രത്യേക സങ്കര ഇനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി നല്ല രീതിയിൽ പൊടിപൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൃഷിയിടത്തിൻ്റെ മറ്റൊരു വിജയമായി നാം കാണുന്നത്. അതോടൊപ്പം ഈ കോവലിൻ്റെ പന്തൽ, നമുക്കറിയാം ഈ വീടിന് ചുറ്റും വീടിൻ്റെ ആ ഘടനയ്ക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വിശാലമായ ഭൂമികയിൽ മുകളിൽ പന്തലിൽ പ്രശോഭിക്കുന്ന ഈ കോവൽ, അതിൻ്റെ തണ്ടുകൾ, അതായത് അതിൻ്റെ ചെടികൾ നിൽക്കുന്നത് വളരെ സുരക്ഷിതമായ ഒരു ഇടത്താണ് എന്നുള്ളതാണ്. അവിടെ നിന്നും ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ പൂവിട്ട് വലിയ പന്തലുകളിലേക്ക്, വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് മുന്നേറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഓണാട്ടുകരയിൽ പ്രത്യേകിച്ചും ഈ കൃഷ്ണകൃപ ഈ വീട്ടിൽ തന്നെ ഇതിൻ്റെ ഈ കൃഷിഭൂമിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ചില പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ മൊത്തവും പന്തൽ, ഏതാണ്ട് കോവലിൻ്റെ പന്തൽ തലയ്ക്ക് മുകളിൽ പടർത്തി നിർത്തിയിരിക്കുകയാണ്. അതായത് വെള്ളക്കെട്ടുണ്ടായാൽ പോലും തന്നെ കോവൽ നിസ്സാരമായി പറിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിൻ്റെ തണ്ടുകൾ, അതിൻ്റെ ചെടികൾ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് ഉയർന്ന പ്രദേശത്ത് നിൽക്കുകയും ചെയ്യും എന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്നുള്ളത് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 3ഓളം പശുക്കളെ എപ്പോഴും നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവയ്ക്കായിട്ടുള്ള പുല്ലും ഈ കൊച്ചു ഇട്ടാവട്ട സ്ഥലത്ത് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പ്രധാനമായും CO3 പുല്ലാണ് പൈക്കൾക്കുള്ള തീറ്റ, അതോടൊപ്പം തന്നെ പെല്ലറ്റും ഉണ്ട്. ഏതാണ്ട് 45 ദിവസം കൂടുമ്പോൾ തന്നെ കൊയ്തെടുക്കാവുന്ന രീതിയിലുള്ള CO3 പുല്ലിനങ്ങൾ ഈ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേന്മ.
മണ്ണിൽ ഒരിഞ്ച് പോലും പാഴാക്കി കളയാനില്ല എന്നതാണ് കൃഷ്ണകൃപയിലെ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നാടൻ വിത്തുകൾ കൂടാതെ തന്നെ പ്രസിദ്ധമായ ഇനങ്ങളുടെ പ്രസിദ്ധമായ വിത്തുകളും ഉപയോഗിച്ചുള്ള കൃഷിയുണ്ട്. ഉദാഹരണത്തിന് വെണ്ടയുടെ കാര്യം എടുക്കാം. അനാമികയാണ് പ്രധാനപ്പെട്ട ഇനം. ഏതാണ്ട് ഒരു ചെറുവിരൽ നീളത്തിൽ നല്ല മൃദുത്വമാർന്ന നല്ല ലാവണ്യമുള്ള വെണ്ടയ്ക്ക ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഇനമാണ് അനാമിക. അത് കണ്ടെത്താ ദൂരത്തോളം നിരനിരയായി കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്. ടെറസ് മട്ടുപ്പാവ് തീർത്തും പാഴാക്കിയിട്ടില്ല. കോവലിൻ്റെ പന്തൽ താഴെ നിന്നും പടരുന്നത് മുകളിലേക്ക് തന്നെ. അവിടെയാവട്ടെ വഴുതനയും വെണ്ടയ്ക്കയും കോവലും എല്ലാം വിസ്തൃതമായി നീളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, കായീച്ചകൾ ഇവരെ തുരത്തുവാൻ വേണ്ടി ജൈവ രീതിയിലുള്ള കൃഷിയിൽ പ്രത്യേക സംവിധാനമാണ് പ്രദീപ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ റോഗർ, ഫിറഡാൻ മുതലായ മരുന്നുകൾ ഉപയോഗിച്ചാണ് പ്രാണികളെയും കായീച്ചയും ഒക്കെ തുരത്തുന്നെങ്കിൽ ഇവിടെ കേവലം സാധാരണ ഗ്രാമപ്രദേശത്ത് കിട്ടുന്ന ഒരു ചിരട്ടയിൽ പാളയംകോടൻ പഴവും ശർക്കരയും ഭംഗിയായി കുഴച്ച് ഒരു മിശ്രിതമുണ്ടാക്കി അവയിലേക്ക് ചെറിയ വിഷത്തുള്ളികൾ ഒഴിച്ച് ഈ കായീച്ചയും പ്രാണികളെയും മറ്റും ആകർഷിച്ച് പിടിക്കാനുള്ള ഒരു കെണി ഉണ്ടാക്കി അതിൽ നിന്നും പഴങ്ങളെയും പച്ചക്കറികളെയും രക്ഷിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് പയറ്റുന്നത്. മണ്ണിൻ്റെ ചൈതന്യം തന്നെയാണ് ഈ വിളകളിലെ പ്രധാനപ്പെട്ട ചൈതന്യം. അതിന് എപ്പോഴും കൂട്ടാവുന്നത് ഈ പൈക്കൾ തന്നെ. നാടൻ രീതിയിലുള്ള, അതായത് കേരളത്തിൻ്റെ ഗ്രാമത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള സുനന്ദിനി പൈക്കളെയാണ് പ്രധാനമായും നടത്തിയിരിക്കുന്നത്. സുനന്ദിനി പൈക്കളിൽ നിന്ന് കിട്ടുന്ന പാൽ മറ്റൊരു രീതിയിലുള്ള വരുമാനമാണ്. അതോടൊപ്പം തന്നെ അവയിൽ നിന്ന് കിട്ടുന്ന ചാണകം ഉപയോഗിച്ചുള്ള ജൈവവളം ഈ വിളകളുടെ ചൈതന്യത്തിന് പ്രധാനപ്പെട്ട കൂട്ടാണ്. മണ്ണിൽ ഒരിഞ്ച് പോലും പാഴാക്കിയിട്ടില്ല എന്ന് കൂടാതെ മണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ ഗ്രോ ബാഗ് ഉപയോഗിച്ചുള്ള കൃഷിയും തകൃതിയായി നടക്കുന്നുണ്ട്. ഗ്രോ ബാഗിൽ ചകിരിച്ചോറ്, അതോടൊപ്പം തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ് ഇവയൊക്കെ കൃത്യമായി നിറച്ച് നല്ല രീതിയിലുള്ള പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി ചെറിയ പ്രോട്രേകളിൽ തൈകൾ മുളപ്പിച്ച് അവയെ ഗ്രോ ബാഗിലേക്ക് പിടിപ്പിച്ച് അതിൽ പന്തലിലേക്ക് അവയെ ചെറിയ നൂലുകളാൽ നേരെ പന്തലിലേക്ക് കയറ്റിവിട്ട് കൃഷി ചെയ്യാവുന്ന എല്ലാ സ്ഥലത്തും പരമാവധി കൃഷി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വെയിലിൻ്റെ വീറിനെ തടയുന്ന രീതിയിലുള്ള വെയിലിൻ്റെ വീറിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പച്ചക്കറി കൃഷി തന്നെയാണ് കൃഷ്ണകൃപയിൽ അനുവർത്തിച്ചിരിക്കുന്നത്. അതാകട്ടെ മനസ്സിനും മേനിക്കും കുളിർമ നൽകുന്നതുമാണ്. പച്ചക്കറിക്ക് വീട്ടുമുറ്റത്ത് ഒരു പരദീസയുണ്ടെങ്കിൽ അത് കൃഷ്ണകൃപയിൽ കാണാം. അവിടെ വിളയുന്നത് പച്ചക്കറികളും വിളകളും മാത്രമല്ല, പ്രദീപിൻ്റെയും സ്മിതയുടെയും സ്വപ്നങ്ങൾ കൂടിയാണ്. നേരാം എല്ലാ ഭാവങ്ങളും. ജൈവ പച്ചക്കറി കൃഷി വ്യാപന പദ്ധതി. തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്ത് ലഭ്യമായ ഓരോ ഇഞ്ച് സ്ഥലവും ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനും നഗരവാസികൾക്ക് സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സുരക്ഷിതമായി ഉൽപ്പാദിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ ജൈവ പച്ചക്കറി കൃഷി വ്യാപന പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി ടെറസിൽ ഗ്രോ ബാഗ് കൃഷി, അടുക്കളത്തോട്ടങ്ങൾ, വാണിജ്യാടിസ്ഥാനത്തിൽ ജൈവ കൃഷി എന്നീ പ്രധാന 3 പദ്ധതികൾ കുടപ്പനക്കുന്ന് കൃഷിഭവൻ നടപ്പാക്കുന്നു. താൽപ്പര്യമുള്ള കർഷകരും ഗ്രൂപ്പുകളും ഇന്ന് തന്നെ നിശ്ചിത ഫോറത്തിൽ കൗൺസിലർക്ക് അല്ലെങ്കിൽ കൃഷിഭവനിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഒട്ടുമാവിൻ തൈ വിതരണം. കോട്ടുകാൽ കൃഷിഭവനിൽ ഹോർട്ടിക്കൾച്ചറൽ മിഷൻ മുഖേന ഒട്ടുമാവിൻ തൈ സൗജന്യമായി വിതരണം ചെയ്യും. കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർ റേഷൻ കാർഡിന്റെ പകർപ്പുമായി എത്തണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. പേവിഷമുക്ത കേരളം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൃഗസംരക്ഷണം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, ആരോഗ്യവകുപ്പ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി പേവിഷമുക്ത കേരളം എന്ന ലക്ഷ്യം സാധ്യമാകുന്നതിന് വേണ്ടി പേവിഷ നിർമ്മാർജ്ജന യജ്ഞം കേരളത്തിലെ 14 ജില്ലകളിലും ഫെബ്രുവരി 26-ന് ആരംഭിച്ചിരിക്കുന്നു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 16 വരെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ വളർത്തുനായ്ക്കൾക്കും സൗജന്യമായി വാക്സിനേഷൻ നൽകുന്നു. സർട്ടിഫിക്കറ്റ് ചാർജായി വളർത്തുനായ ഒന്നിന് 10 രൂപ ഈടാക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പും ലൈസൻസും നിയമാനുസൃതം നിർബന്ധമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് 0471 3256 288 അല്ലെങ്കിൽ 0471 255 6151 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.